കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി എസ്ഐടിയുടെ അന്വേഷണ പരിധിയിൽ വരും. 2 ആഴ്ചയ്ക്ക് ശേഷം എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കി എസ്ഐടിയും സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും തിയോഫിൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാനുള്ളത് പറഞ്ഞോളൂ. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അതായത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് തന്നെ ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ തുടർച്ചയായി വന്ന പരാതികൾ അന്വേഷിക്കുന്നതിനാണ്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കും എതിരെ ഉണ്ടായ ലൈംഗിക അതിക്രമ പരാതികൾ അതുൾപ്പെടെയുള്ള മറ്റ് പരാതികൾ ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്നത്. പക്ഷേ കോടതി ഇന്നലെ നൽകിയ നിർദ്ദേശം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും സർക്കാരിനോട് ഈ മുഴുവൻ റിപ്പോർട്ടും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറണം എന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഈ റിപ്പോർട്ടിൽ ഇതുവരെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങളും അതിലെ മൊഴികളുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുത്തിട്ടില്ല. അത് അന്വേഷണ പരിധിയിൽ ഇതുവരെ ഉൾപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളൊന്നും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിയുള്ള നടപടികൾ ഉണ്ടാകേണ്ടി വരും. കോടതിയുടെ നിർദ്ദേശം ഇങ്ങനെയാണ്: ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടർ നടപടികൾക്ക് വേണ്ടി അന്വേഷണ സംഘത്തിന് കൈമാറണം. അതോടൊപ്പം തന്നെ റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള ഓഡിയോ ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെ കൈമാറാനാണ് നിർദ്ദേശം. കാരണം ഇതിന്റെ മൊഴി രേഖപ്പെടുത്തിയതുണ്ട്. അപ്പോൾ ചില ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെ ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അതെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറണമെന്നാണ് നിർദ്ദേശം. അങ്ങനെ വരുമ്പോൾ ഇതുകൂടി തുടർന്നുള്ള നടപടികൾ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു, ഈ റിപ്പോർട്ട് കൈമാറിയ ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വീകരിച്ച നടപടികൾ അത് SIT അറിയിക്കണം. അതോടൊപ്പം തന്നെ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് സർക്കാരും അറിയിക്കണം. ഇതാണ് കോടതിയുടെ നിർദ്ദേശം. ഇങ്ങനെ വരുമ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് ഇത് വരികയാണ്. കാരണം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ SIT വിലയിരുത്തിയ ശേഷം ഇതിൽ വന്നിട്ടുള്ള മൊഴികൾ അതുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പരാതികൾ മാത്രമല്ല, ഈ റിപ്പോർട്ടിലുള്ള മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ഈ അന്വേഷണം വരികയാണ്. അതിൻ്റെ തന്നെയുമല്ല, ഈ തൊഴിൽ നിഷേധമടക്കമുള്ള മറ്റ് പരാതികളുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ സർക്കാർ അറിയിച്ച കണക്ക് പ്രകാരം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം 23 പരാതികൾ, ഈ ലൈംഗിക അതിക്രമ പരാതികൾ പല സ്റ്റേഷനുകളിലായി ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇതെല്ലാം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പരിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും പരാതികൾ ഉണ്ടെങ്കിൽ അതും വരും. അങ്ങനെ ആകുമ്പോൾ ഇത് ഒരുപക്ഷെ ഈ ഒരു നിർദ്ദേശം മറ്റൊരു രീതിയിൽ AMMA സംഘടനയെ കൂടി ഇത് തിരിച്ചടിയായി അല്ലെങ്കിൽ അവരെ കൂടി ബാധിക്കുന്ന രീതിയിലാണ്. കാരണം ഇതുവരെ ഉണ്ടായ പരാമർശങ്ങളും മൊഴികളും ഒന്നും പലർക്കും അല്ലെങ്കിൽ ഈ താരസംഘടനയിലെ ആർക്കും അത് പ്രയാസമുണ്ടാക്കുന്നതായിരുന്നില്ല. പക്ഷേ ഈ നേരത്തെ കൊടുത്തിട്ടുള്ള മൊഴി പ്രകാരം പൊതുവിൽ വന്ന പരാമർശങ്ങളുണ്ട്. അതായത് പൊതുവായി തന്നെ ഈ താരങ്ങളുടെ ഇടപെടൽ, ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആരോപണങ്ങൾ, ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. ആ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഇനിയും കുറച്ചുകൂടി ശക്തമായി ഉയർന്നു വരും. മൊഴി കൊടുത്തവർ അത് തുടർന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇത് കേസുമായി മുന്നോട്ട് പോകേണ്ടി വരും. അത്തരത്തിലൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. കാരണം നേരത്തെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അതെല്ലാം കേസെടുത്ത SIT അത് അന്വേഷിക്കണം. എന്നാൽ മൊഴി നൽകിയവർക്ക് തുടരാൻ താല്പര്യമില്ല എങ്കിൽ ആ കേസ് ഒഴിവാക്കാവുന്നതുമാണ് എന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാവ്യ.